ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പുതിയ ടെക്സ്റ്റിലുള്ള യൂണിറ്റ് 1 ആൻഡ് അംബ്രല്ല ഫോർ ഓൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ആ യൂണിറ്റിലെ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അത് പോയി കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 എല്ലാവരും കണ്ടിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ഏതുവരെയാണ് പറഞ്ഞു നിർത്തിയത്? മഷ്റൂമിൻ്റെ താഴെ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? ആൻഡ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ മൗസും സ്പാരോയും ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് റാബിറ്റും കൂടെ ആ ഒരു മഷ്റൂമിൻ്റെ താഴേക്ക് വന്നു എന്നാണല്ലേ. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിലുള്ള എല്ലാ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താണ്? ഫോക്സ് റാബിറ്റിനെ പിടിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാബിറ്റിന് വളരെ വിറയലൊക്കെ വന്ന് പേടി കൊണ്ടുള്ള വിറയലൊക്കെ വരികയാണല്ലേ. അതിനുശേഷം റാബിറ്റ് അപേക്ഷിക്കുകയാണ് നമ്മുടെ സ്പാരോനോടും ആൻഡിനോടും മൗസിനോടൊക്കെ എന്നെ ഒന്ന് ഈ മഷ്റൂമിൻ്റെ താഴേക്ക് കയറ്റുക എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ അവർ കയറ്റുകയില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഒരു ഫോക്സ് മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഹാവ് യു സീൻ എ റാബിറ്റ്? എന്നിട്ട് ഫോക്സ് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളൊരു റാബിറ്റിനെ കണ്ടോ? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. ഫോക്സ് ചുറ്റും നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. ഒരു ഫോക്സ്, അതായത് ഒരു കുറുക്കൻ അവിടേക്ക് ഓടിക്കൊണ്ട് വരികയാണ്. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ്. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂർത്തതാണ് അല്ലേ. ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ചെവിയാണെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ്? ആ ഫോക്സ് അവൻ്റെ ഇയേഴ്സ്, ഷാർപ്പായിട്ടുള്ള ഇയേഴ്സൊക്കെ ഉയർത്തിക്കൊണ്ട് അവിടെ ചുറ്റും നോക്കുകയാണല്ലേ. ദർ ഈസ് എ സ്മെൽ ഓഫ് എ റാബിറ്റ് അറൗണ്ട്. എന്നിട്ട് പറയാണ്, ഇവിടെ ഒരു റാബിറ്റിൻ്റെ സ്മെല്ലുണ്ടല്ലോ. സ്മെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? മണമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണല്ലേ. ഈസ് ഹി ഹൈഡിങ് ഹിയർ? അവനിവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണല്ലേ. ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക. നമുക്ക് അടുത്ത പേജ് നോക്കാം. യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ്ക്ഡ് ദ മൗസ്. നീ വിഡ്ഢിയായ ഒരു കുറുക്ക, എങ്ങനെയാണ് ഒരു മഷ്റൂമിൻ്റെ താഴെ ഒരു റാബിറ്റിനെ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒളിപ്പിക്കുക? ആസ്ക്ഡ് ദ മൗസ്. ആരാണ് ചോദിച്ചത്? മൗസ് ആണല്ലേ ചോദിച്ചത്. ദർ ഇസ് നോ സ്പേസ് ഹിയർ, ക്യാൻ യു സീ? ആസ്ക്ഡ് ദ ആൻഡ്. അപ്പോൾ ആൻഡ് ചോദിക്കുകയാണ്, ഇവിടെ സ്പേസ് ഇല്ലല്ലോ, നിനക്ക് കാണാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്കഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. അപ്പോൾ ലിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ്. ഫ്ലിക്കഡ് എന്ന് പറഞ്ഞാൽ ഇളക്കി എന്നാണ്. ഫോക്സ് എന്താണ് ചെയ്തത്? അവൻ്റെ നോസ്, അതായത് അവൻ്റെ മൂക്കൊന്ന് ഉയർത്തി പിടിച്ചിട്ട് അതുപോലെ അവൻ്റെ ടെയില്, വാലൊന്ന് ഇളക്കിയിട്ട് അവിടെ നിന്ന് പോയി. റാൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? ഫോക്സ് ശരിക്കും അവരെ വിശ്വസിച്ചിട്ടുണ്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ വിൽ ഹി കം ബാക്ക്? ചിലപ്പോൾ അവന് പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ടാവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇനി സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. അടുത്ത പേജ് നോക്കാം. ദ റെയിൻ വാസ് ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ എന്താണ്? മഴയൊക്കെ ഒന്ന് നിന്നു, കഴിഞ്ഞു എന്നാണ് അർത്ഥം. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. ക്ലൗഡ്സ് എന്താണ്? മേഘങ്ങളാണ് അല്ലേ. ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നിൽ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്? സൂര്യൻ മേഘങ്ങളുടെ പിന്നിൽ നിന്ന് നോക്കാൻ തുടങ്ങി, അതായത് സൂര്യൻ ഉദിച്ചു അല്ലെങ്കിൽ സൂര്യനെ കണ്ടു എന്നാണ് അർത്ഥം. എവ്രി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. എല്ലാവരും ആ മഷ്റൂമിൻ്റെ അടിയിൽ നിന്ന് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വന്നു. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അവരെന്തായി മാറി? കൂട്ടുകാരായി മാറി. അവർ സുഹൃത്തുക്കളായി മാറുകയാണല്ലേ. അടുത്തത് നോക്കാം. ദ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ആൻഡ് എന്താണ്? അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നോക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? സ്പാരോ, അതേപോലെ റാബിറ്റ്, ബട്ടർഫ്ലൈ, മൗസ് ഒക്കെയാണല്ലേ ആൻഡിൻ്റെ ഫ്രണ്ട്സ്. അറ്റ് ഫസ്റ്റ് ദർ വാസ് സ്പേസ് ജസ്റ്റ് ഫോർ മൈസെൽഫ്. ആദ്യം ഇവിടെ എനിക്ക് മാത്രമേ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഓൾ ഓഫ് അസ് കുഡ് സിറ്റ് അണ്ടർ ദ മഷ്റൂം. പിന്നീട് എല്ലാവർക്കും ഈ മഷ്റൂമിൻ്റെ താഴെ ഇരിക്കാൻ സാധിച്ചു. ഹൗ വാസ് ദിസ് പോസിബിൾ? എങ്ങനെയാണിത് പോസിബിൾ ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണിത് സാധിച്ചിട്ടുണ്ടാവുക? ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. ആൻഡിന് എന്താണ്? ആൻഡിന് ആകെ കൺഫ്യൂഷനായി. എങ്ങനെയാണ് ഇത് സാധിച്ചിട്ടുണ്ടാവുക? ആദ്യത്തെ സമയത്ത് എനിക്ക് മാത്രം ഇവിടെ ഇരിക്കാൻ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇത്രയും പേര് ഇതിൻ്റെ താഴെ ഇരുന്നു, എങ്ങനെയായിരിക്കും ഇത് പറ്റിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലായി എന്നാണ് കേട്ടോ അർത്ഥം.
Ha, 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 ha. Somebody laughed loudly behind them. അപ്പോൾ ഇങ്ങനെ ആരോ ഉറക്കെ അവരുടെ പിന്നിൽ നിന്ന് ചിരിക്കുകയാണ്. ലോഫ്ഡ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അടുത്ത പേജ് നോക്കാം. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ. അപ്പോൾ എന്താണ്, ആൻഡും ബട്ടർഫ്ലൈയും മൗസും സ്പാരോയും റാബിറ്റും ഒക്കെ ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ആരാണ് ചിരിച്ചതെന്ന് അറിയണ്ടേ, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുകയാണ്. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം. പിന്നെ അവരെന്താണ്, മഷ്റൂമിലേക്ക് നോക്കി, അതായത് ആ കൂണിലേക്ക് നോക്കുകയാണ്. ആൻഡ് സഡൻലി ദേ നോട്ടീസ്ഡ് സംതിങ്. പെട്ടെന്ന് നോട്ടീസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു എന്നാണ്. അപ്പോൾ അവർ പെട്ടെന്ന് എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. അപ്പോൾ എന്താണ്, ആ മഷ്റൂം വലുതായി വരികയാണ് അല്ലേ. ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞാൽ വലുതായി വരിക, അല്ലെങ്കിൽ വളർന്നു വരിക എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂംസ് ഡ്യൂറിങ് റെയിൻ? മഴ സംഭവിച്ച സമയത്ത് മഷ്റൂമിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. അടുത്തത് നമുക്കൊരു പാട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം പാട്ടിൽ നമുക്ക് നോക്കാം. ബണ്ണീസ് അംബ്രല്ല എന്നാണ് പാട്ടിൻ്റെ പേര്. ബണ്ണിയുടെ കുട. Raindrops falling from the sky, a mushroom standing tall and dry, the bunny hops and hides below, safe from rain and wind that blows. എന്താണ് പറയുന്നത്? റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് വീഴുന്നുണ്ട്. എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. ഉയർന്ന, അതേപോലെ തന്നെ എന്താണ്, വരണ്ട ഒരു മഷ്റൂം അവിടെ നിൽക്കുന്നുണ്ട്, അതായത് ഒരു കൂൺ അവിടെ നിൽക്കുന്നുണ്ട്. ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. താഴെ നിന്ന് ബണ്ണി എന്താണ് ചെയ്യുന്നത്, മറിയുകയും അതേപോലെ ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. വീശുന്ന കാറ്റിൽ നിന്നും മഴയിൽ നിന്നുമെല്ലാം സുരക്ഷിതമായാണ് ബണ്ണി ഇതൊക്കെ ചെയ്യുന്നത്. താങ്ക് യു മഷ്റൂം. മഷ്റൂമിനോട് താങ്ക്സ് പറയാണ്. ബിഗ് ആൻഡ് വൈഡ്. വലുതും അതേപോലെ എന്താണ്, മഷ്റൂം എന്താണ്, വലുതും അതേപോലെ വിശാലവുമായ ഒരു മഷ്റൂമാണല്ലേ. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. എന്താണ്, ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് നീ എന്ന് മഷ്റൂമിനോട് ആര് പറയാണ്, ബണ്ണി പറയുകയാണ്. വിത്ത് എ ഹോപ്പ് ദ ബണ്ണി ഹാസ് ഗോൺ. ഒരു ചാട്ടത്തോടെ എന്താണ്, ബണ്ണി പോവുകയാണ്. ഡ്രൈ ആൻഡ് ഹാപ്പി. വരണ്ടും അതേപോലെ എന്താണ്, വരണ്ടു മീൻസ് നനഞ്ഞതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും, അതിനാണ് വരണ്ടു എന്ന് പറയുന്നത്. അതേപോലെ സന്തോഷത്തോടും കൂടെ മൂവിങ് ഓൺ, നീങ്ങുകയാണ്, ബണ്ണി പോവുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ബണ്ണീസ് അംബ്രല്ല എന്ന് പറയുന്ന ഒരു സോങ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് പാടി നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെ പാഠഭാഗങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഈ പാഠത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റീസൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നമ്മൾ നോക്കുന്നതാണ്. ഇനിയുള്ള വീഡിയോസിൽ നമുക്കതെല്ലാം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.